മഹാനായ ഓടക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഊരകം പഞ്ചായത്തിലെ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഓടക്കൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വേങ്ങര ടൗണിൽ നിന്നും വെറും 6 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദിലേക്കുള്ളത്. ഞാൻ യാത്ര ആരംഭിച്ചു. മുസ്ലിയാരകത്തെ കുട്ടി എന്ന പേരിൽ പ്രസിദ്ധനായ സൂഫി പണ്ഡിതനാണ് ഓടക്കൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ. കുറ്റാളൂർ പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് വഅള് പറയാനും മറ്റുമായി ഒന്നിലധികം തവണ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദ് സന്ദർശിച്ചിട്ടുണ്ട്. ഇതാണ് നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദ്. അതിപുരാതനമായൊരു പള്ളിയാണിത്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് തന്നെയാണ് ഓടക്കൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരുടെ ഖബറുള്ളത്. ഞാൻ മഹാനവരുകളെ സിയാറത്ത് ചെയ്തു. ഹിജറ വർഷം 1341 റബീഉൽ അവ്വൽ 20 വെള്ളിയാഴ്ച പ്രസിദ്ധമായ ഓടക്കൽ തറവാട്ടിൽ ഓടക്കൽ മൂസാൻ കുട്ടി മുസ്ലിയാരുടെയും ഖദീജയുടെയും മകനായി ജനിച്ചു. പുത്തൻ പീടിയേക്കൽ അഹ്മദ് മൊല്ലയിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് വേങ്ങര മാർക്കറ്റ് പള്ളി, അരീക്കുളം ജുമുഅത്ത് പള്ളി, മറ്റത്തൂർ എന്നിവിടങ്ങളിലെ ദർസുകളിൽ പഠനം നടത്തി. ചാപ്പനങ്ങാടി കുഞ്ഞാമു മുസ്ലിയാർ, കോയട്ടി മുസ്ലിയാർ, ഇ.കെ. മുഹമ്മദ് മുസ്ലിയാർ പൊടിയാട് എന്നിവരാണ് പ്രധാന ഉസ്താദുമാർ. സ്വന്തം നാടായ ഊരകം നെല്ലിപ്പറമ്പ് ജുമുഅ മസ്ജിദിലാണ് ദർസ് അധ്യാപനം. സാമ്പത്തിക പരാധീനത മൂലം ഇടയ്ക്കിടെ ദർസ് മുടങ്ങിപ്പോവലായിരുന്നു ഇവിടുത്തെ പതിവ്. എന്നാൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ ദർസ് ഏറ്റെടുത്തതോടെ സ്ഥായിയായ വരുമാനത്തിന് ഭൂമികൾ വഖഫ് ചെയ്യപ്പെട്ടു. അതോടെ ദർസിന് സജീവതയും വിപുലതയും കൈവന്നു. വിദൂര ദിക്കുകളിൽ നിന്നടക്കം അറിവ് തേടി വിദ്യാർത്ഥികൾ ഇവിടെ എത്തി. പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി ശിഷ്യഗണങ്ങളുണ്ട് ഓടക്കൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർക്ക്. സഹോദരൻ ബാപ്പു മുസ്ലിയാർ, വെല്ലൂർ ബാഖിയാത്ത് പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ കുട്ടി ഹസ്രത്ത്, മുഹമ്മദ് മുസ്ലിയാർ, O.K. മൂസാൻ കുട്ടി മുസ്ലിയാർ, ഇത്തിക്കൽ മുഹമ്മദ് മുസ്ലിയാർ, തോട്ടശ്ശേരി യൂസുഫ് മുസ്ലിയാർ, പുത്തൻ പീടിയേക്കൽ അബൂബക്കർ മുസ്ലിയാർ, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ ഖാദിർ അഹ്സനി മമ്പീദി തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം. മുതഅല്ലിമീങ്ങളോട് വലിയ വാത്സല്യമായിരുന്നു അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർക്ക്. പതിഞ്ഞ സ്വരത്തിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. ആത്മീയമായ ഔന്നിത്യമായിരുന്നു അവരുടെ ലക്ഷ്യം. ചെറുപുഞ്ചിരിയോടെ എല്ലാവരെയും സ്വീകരിച്ചു. അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചു. അപ്പോൾ സർവരും അദ്ദേഹത്തെ ആദരിച്ചു. ജനങ്ങൾ മൂല്യരകത്തെ കുട്ടി, മൂല്യരകത്തെ കാക്ക എന്നൊക്കെയായിരുന്നു സ്നേഹപൂർവം അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ആ വിശുദ്ധ ജീവിതം കാരണം നിരവധി പേർ സത്യമാർഗം പുൽകി. ഹിജറ വർഷം 1411 റബീഉൽ ആഖിർ 14 ശനിയാഴ്ച അഥവാ 1990 നവംബർ 3 ഓടക്കൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ വഫാത്തായി. വഫാത്തിൻ്റെ സമയത്ത് 68 വയസ്സായിരുന്നു മഹാനവരുകൾക്കുണ്ടായിരുന്നത്. അള്ളാഹു മഹാന്റെ ദറജ ഉയർത്തട്ടെ. ആമീൻ.